നീ എന്ന കാമനക്കും മകളാ മകളാ എന്നെഞ്ചിൽ അമ്പവിട്ട മായമെന്ന് മായമെന്ന് നീ എന്ന പൗർണമിക്ക് മകളാ മകളാ എന്നെഞ്ചിൽ സമുദ്രത്തിൽ പോസ. മാഡം ഇങ്ങോട്ട് പോലീസ് വരുന്നുണ്ട്. ഇപ്പൊ എന്താ ചെയ്യാ? I'll be your baby. Yes, I'll be whatever that you tell me when you're ready. Yes, I'll be your girl, forever your lady. You ain't never gotta worry, I'm down for you, baby. Best believe that when you need that, I'll provide that. You will always have it. പോലീസ് ആയാലും പട്ടാളായാലും ഇവിടെ കയറി മേയണമെങ്കിൽ ഈ സീത വിചാരിക്കണം. മാഡം, നമ്മുടെ പ്രോപ്പർട്ടീസ് അതേപോലെ നമ്മുടെ ഡോക്യുമെന്റ്സ് അങ്ങനെയുള്ള എല്ലാ സ്വത്ത് വകകളും റൈഡിലൂടെ പിടിച്ചെടുത്തിട്ടുണ്ട് ആരോ. അതൊന്നും അന്വേഷിക്കാതെ മാഡം എവിടെ ഇങ്ങനെ കുത്തിരുന്നോ? ഇതൊക്കെ ആരുടെ പണിയാന്ന് ഈ സീതക്ക് നല്ലവണ്ണം അറിയാം. ആ കൈവേറി മോന്റെ പണി ഇതല്ല. സീത മാഡം, നിങ്ങളെ കാണാനായിട്ട് എന്റെ ബോസ് വന്നിട്ടുണ്ട്. Best believe that when you need that, I'll provide that. You will always have it. I'll be on deck, keep it in check. When you need that, I'ma let you have it. Beats in the drum like dum diddy day. I like the dirty rhythm you play. I wanna hear you calling my name like hey mama, mama, hey mama. Banging the drum like dum diddy day. I know you. ഹലോ സീത മാഡം, മൈ ഡാർലിംഗ്. ഇപ്പോ ഓരോ ബിസിനസ് ആയിട്ട് പൊട്ടിക്കൊണ്ടിരിക്കുകയാണല്ലേ. കൺഗ്രാറ്റുലേഷൻസ്. നിനക്ക് എന്താടാ വേണ്ടത്? താൻ കൊറേ ആയല്ലോ. ഓ സീത മാഡം, ഒന്നും അറിയാത്ത പോലെ ചോദിക്കുകയാണല്ലോ എന്നോട്. ശരി, നമുക്കൊരു ഫ്ലാഷ് ബാക്ക് കാണാം. നിങ്ങൾ ആരാ മനസ്സിലായില്ല? ഹായ്, ഐ ആം സീത. ഞാൻ സൂര്യയെ കാണാൻ വന്നതാണ് ഒരു ബിസിനസ് ഡീൽ സംസാരിക്കാൻ. സീത മാഡം, ഞാൻ കാറ് പാർക്ക് ചെയ്തിട്ട് വരാം. ഓക്കെ, വേഗം തിരിച്ചു വരാൻ നോക്ക്. ഓ ഇതാര സീതയോ? അതോ എന്റെ വീട്ടിലോട്ട്? മിസ്റ്റർ സൂര്യ, ഞാൻ ഒരു ഡീല് സംസാരിക്കാനാണ് വന്നത്. ഓക്കെ ബേബി, ടെൽ മീ. ഞങ്ങളുടെ കമ്പനി ഇപ്പോൾ ഭയങ്കര ലോസ് നഷ്ടത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഞങ്ങൾക്ക് താങ്ങാവുന്നതിലപ്പുറമാണ്. ഇത്രയും കടബാധ്യതകൾ വരാൻ എന്താ ഞങ്ങൾ ചെയ്തതെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ നിങ്ങൾ ഞങ്ങളെ സഹായിക്കുകയാണെങ്കിൽ ഈ കഷ്ടകാലമൊക്കെ മാറിക്കിട്ടും. ഞങ്ങളുടെ പുതിയ പ്രോജക്റ്റ് നിങ്ങളുമായിട്ട് നടത്താമെന്ന് ഞങ്ങളുടെ ആഗ്രഹം. നിങ്ങളിതിലും സൈൻ ചെയ്താൽ എനിക്ക് ഭയങ്കര ഉപകാരമായിരുന്നു. നീ ചോദിക്കുന്നത് എന്തും ഞാൻ തരാം സീത. നീ എൻ്റെ സ്വത്ത് മുഴുവൻ ചോദിച്ചാലും അത് ഞാൻ തരാം. നീ എവിടേക്ക് ഒപ്പിടാൻ പറയുന്നോ അവിടേക്ക് ഞാൻ ഒപ്പിട്ടേക്കാം. പക്ഷേ ഒരേ ഒരു രാത്രി എനിക്ക് നിന്റെ കൂടെ. സാർ എന്താടോ, വെളിയിൽ പോ. മിസ്റ്റർ സൂര്യ, മാന്യമായിട്ട് എന്നോട് സംസാരിക്കണം. എനിക്ക് നിങ്ങളുടെ ഒരു ഡീലും വേണ്ട. മാനം വിറ്റിട്ടുള്ള ഒരു ഡീലിനും ഞാൻ റെഡിയല്ല. സീത, നിനക്കൊരു കാര്യം കേൾക്കണം. എന്നെ പലവരും പല പേരെ വിളിക്കുന്നു. ചിലവർ വിളിക്കും ബോസ് എന്ന്, ചിലവർ ദുഷ്ടൻ എന്ന് വിളിക്കും, ചിലവർ എന്നെ റിച്ച് എന്ന് വിളിക്കും. പക്ഷെ ഇതൊന്നുമല്ല ഞാൻ. എനിക്കിപ്പോൾ മനസ്സിലായി ഞാൻ ആരാന്ന്. ഇതുവരെ എനിക്ക് അറിയില്ല എന്ന് ഞാൻ ആരാണ്. നിന്നെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഞാനൊരാണാണെന്ന്. സീത മാഡം, വാട്ട് ഹാപ്പൻഡ്? ഹേയ്, ഒന്നുമില്ല ജേണി, കം നമുക്ക് പോകാം. ഗെറ്റ് ഔട്ട് സൂര്യ. നീ മേലാൽ എൻ്റെ ഓഫീസിൽ കയറി പോകരുത്. ആഗ്രഹിച്ചത് നേടിയിട്ടേ ചരിത്രമുള്ളൂ. ഇനിയും അങ്ങനെ തന്നെ. മാഡം, നമ്മുടെ സ്റ്റാഫ്സിനൊക്കെ ഇന്നാണ് ശമ്പളം കൊടുക്കേണ്ടത്. പക്ഷേ അതിനുള്ള ക്യാഷൊന്നും നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇതുവരെ വന്നിട്ടില്ല. ബാങ്ക് ബാലൻസ് ഒക്കെ ബാനഡാണ്. സ്റ്റാഫ്സിന് ശമ്പളം കൊടുക്കേണ്ട ഡേറ്റ് ഒരു 5 ദിവസത്തിന് മാറ്റി വെക്ക്. പിന്നെ നമുക്കിപ്പോൾ ആവശ്യം നല്ലൊരു റിച്ചസ്റ്റ് ആയിട്ടുള്ള കമ്പനിയുടെ ഒരു ഡീലാണ്. അത് കിട്ടി നമ്മുടെ പ്രോബ്ലംസ് എല്ലാം തീർന്നു. മാഡം, ഞാൻ അന്വേഷിക്കാത്ത കമ്പനികളില്ല, കൊടുക്കാത്ത ഇമെയിൽസുകളില്ല. ഇതുവരെയായിട്ട് 1 മാസമായി നമ്മൾ ലോസ് തുടങ്ങിയിട്ട്. ഈ സിറ്റിയിലെ വണ്ണസ്റ്റ് കമ്പനിയാണ് സൂര്യയുടെ. സെക്കൻഡിൽ നിൽക്കുന്നതും അവരുടെ കമ്പനി തന്നെയാണ്.
മാഡം, ബാക്കിയുള്ള ഒരു കമ്പനിയും ഇതുവരെ നമ്മളുമായിട്ട് കോംപ്രമൈസ് ആവാൻ റെഡി ആയിട്ടില്ല. എല്ലാത്തിലും കാരണം ആ സൂര്യയാണ്. ഏതൊരു മനുഷ്യനും തകരുന്നൊരു നിമിഷമുണ്ട് പ്രേമത്തിൽ വീഴുമ്പോൾ. അത് ഞാൻ അവൻ്റെ മേൽ പ്രയോഗിക്കാൻ പോവാ. മാഡം, ഞാൻ ഫുള്ള് സപ്പോർട്ട് ഉണ്ടാവും. എൻ്റെ എന്താവശ്യം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. സാർ, ഇന്നത്തെ മീറ്റിംഗ് ക്യാൻസൽ ചെയ്യട്ടെ? ആ മീറ്റിംഗ് ക്യാൻസൽ ചെയ്തേക്ക്. സാർ, സീതയുടെ മാനേജർ അവരുടെ കമ്പനിക്ക് വേണ്ടി ഒരുപാട് കമ്പനിയായിട്ട് റിക്വസ്റ്റ് നടത്തിയിട്ടുണ്ട്. അവരുടെ ഇമെയിൽ സെർച്ചിങ്ങാ. അവര് റിക്വസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കട്ടെ. ആരും കോംപ്രമൈസ് ആവില്ല. കാരണം നമ്മളെല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ. ഹായ് സീത മാഡം, നമ്മളുടെ കമ്പനി പൂട്ടിക്കെട്ടാതിരിക്കാൻ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. അത് നീ പറഞ്ഞത് കറക്റ്റാണ്. നമ്മളുടെ ഈ കമ്പനിയുടെ തകർച്ചയ്ക്ക് തന്നെ കാരണം ആ സൂര്യ എന്ന് പറയുന്ന ലോ ക്ലാസ് ഐറ്റാണ്. തൽക്കാലം നമുക്ക് പ്ലാൻ എ പ്രകാരം മുന്നോട്ട് പോകാം. പ്ലാൻ എ പ്രകാരം നമ്മളുടെ സുന്ദരിയായിട്ടുള്ള സീത മാഡം ഈ സാരികളൊക്കെ എടുത്തു വന്നാട്ടെ. സീത മാഡം ഇപ്പൊ നിങ്ങളെ കാണാൻ സുന്ദരിയായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പ്ലാൻ പ്രകാരം എല്ലാം വർക്കൗട്ടാകാൻ നിങ്ങൾ പ്രാർത്ഥിക്കുക ഇവിടെ ഇരുന്നിട്ട്. ഞാൻ ഏതായാലും നമ്മുടെ സൂര്യ സാറിന്റെ കമ്പനിയിലോട്ടൊന്ന് പോട്ടെ. ഹലോ മിസ്റ്റർ സൂര്യ. മൈ സ്വീത, മൈ സ്വീറ്റ്, യു again? സൂര്യ, ഞാനിപ്പോ ഒരു കാര്യം പറയാൻ വന്ന. ബിക്കോസ് ഐ ലവ് യു. വാട്ട്? സീത, നിനക്കിത് എങ്ങനെ ഇവനോട്ട് എങ്ങനെ? ഹേയ്, ഷട്ട് അപ്പ്. സീത, ആർ യു സീരിയസ്ലി? യെസ് സൂര്യ, നിനക്ക് എന്നെ ഇഷ്ടമല്ലേ? സീത, യു ആർ വെരി ഫണ്ണി. ഇത്രക്ക് താരം താഴ്ന്നവളാണ് നീ എന്ന് ഞാൻ വിചാരിച്ചില്ല. എനിക്ക് നിന്നോട് കാമമുണ്ട്, അല്ലാതെ പ്രണയമില്ല. എടാ കള്ള റാസ്കൽ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടാ. പക്ഷെ സൂര്യ, ബിക്കോസ് സീത നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിൽ ഒരുപാട് വീണുപോയി. സീത, യു സോ സ്വീറ്റ്. ഇന്ന് രാത്രി വന്നേക്ക്. വരാടാ ഞാൻ നിന്റെ 16 അടിയന്തരത്തിന്. ശരി സൂര്യ, ഓക്കെ ബൈ. കണ്ടില്ലേടാ, ഇത്രയേ ഉള്ളൂ എല്ലാവരും. അല്ലെങ്കിൽ പണത്തിന്റെയും പദവിന്റെയും സൗന്ദര്യത്തിന്റെയും മുന്നിൽ വീഴാത്തതായിട്ട് ആരാ ഉള്ളത്? ബോസ്, എന്നാലും എനിക്കിത് വിശ്വസിക്കാനാവുന്നില്ല. നീ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യ. എനിക്കെന്ത്, നീ ആ റൂമൊക്കെ ഒന്ന് അലങ്കരിച്ചേക്ക്. അവള് വരുന്നല്ലേ പറഞ്ഞേ. മാഡം, വണ്ടി എങ്ങോട്ടാ തിരിക്കേണ്ടേ പറഞ്ഞില്ല. നമ്മളുടെ ഗസ്റ്റ് ഹൗസിലോട്ട്, അല്ലാതെ എങ്ങോട്ട് പോകാനാ? മാഡം, സൂര്യ കാത്തിരിക്കുന്നുണ്ടാവും. അതെന്ത് ചെയ്യണം? അവനിട്ടൊരു പണി കൊടുക്കാൻ വേണ്ടിയിട്ട് അവനോട് പോയിട്ട് ഐ ലവ് യു പറഞ്ഞേ. പക്ഷേ അവൻ ഇങ്ങനെ പറയുന്നത് ഞാൻ വിചാരിച്ചില്ല. ഇപ്പൊ എന്താ ചെയ്യണ്ടേ പറ മാഡം. എൻ്റെ മനസ്സിലൊരു ഐഡിയ കത്തുന്നുണ്ട്. നീ വേഗം മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ഞാൻ ഈ ലിസ്റ്റിൽ എഴുതി ഗുളിക മേടിച്ച് വന്നിട്ട് അവൻ്റെ വീട്ടിലോട്ട് വണ്ടി തിരിക്കും.